കളികളുടെ മമ്മുക്ക, മനസ്സിനെ കീറി മുറിക്കുന്ന ഭയങ്ങളുടെ ഉടയവൻ, ഒരൊറ്റ നോട്ടം കൊണ്ട് ചങ്കിൽ തീ കോരിയിടുന്ന മമ്മുക്ക, ഒരൊറ്റ സ്പർശം കൊണ്ട് പെണ്ണുടലുകളുടെ എല്ലാ താഴുകളും തുറക്കാൻ കെൽപ്പുള്ള ആണൊരുത്തൻ, അടുത്ത സ്പർശത്തിൽ ആനന്ദങ്ങളുടെ മറുകരയിലെ മരണത്തിന്റെ കൊടും ശൈത്യം അനുഭവിപ്പിക്കുന്ന മമ്മുക്ക, കൊല്ലാൻ സുഖം മനുഷ്യരെയാ എന്ന് കടുകടുപ്പത്തിൽ സൗമ്യമായി പറയുന്ന മമ്മുക്ക, ഇരകൾക്ക് പിന്നാലെ കെണികളൊരുക്കി മുയലിനെ പോലെ മൃദുവായി ചെന്നെടുക്കുന്ന മമ്മുക്ക, മരണത്തോടെ തണുത്തു മരവിക്കുന്ന സുന്ദരിയുടലുകളെ ഇളങ്കാലുകൊണ്ട് തട്ടിക്കളയുന്ന ക്രൗര്യം, 4 വെട്ടിന് കുഴിയൊരുക്കി 8ാം വെട്ടിന് കുഴി മൂടി സർവം ശുഭമെന്ന് ചിരിക്കുന്ന മമ്മുക്ക, സിഗരറ്റ് വലിക്കും പേടിപ്പിക്കുന്നൊരു വളയമാകാൻ കെൽപ്പുണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മമ്മുക്ക. അതെ, കളങ്കാവൽ കണ്ടിറങ്ങിയപ്പോൾ ഉള്ളിൽ ബാക്കിയായത് മമ്മുക്ക എന്ന അൾട്ടിമേറ്റ് ഫീലിംഗ് ആണ്. തിയേറ്റർ വിട്ടിറങ്ങുമ്പോൾ പനി പോലെ കൂടെ പോരുന്ന ഭീതിയുടെ നെഞ്ചിടിപ്പാണ് ഈ സിനിമയിലെ മമ്മുക്ക. ഇപ്പോഴും ആളിക്കത്തുന്ന പുരുഷ സൗന്ദര്യം, അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച വിഷപ്പല്ലുകൾ, ഉള്ളു തുളച്ചു കയറുന്നൊരു നോട്ടം, സൗമ്യമായും കരുണാർദ്രമായും പ്രണയത്തോടെയും കൊല്ലാനറിയുന്ന ക്രൗര്യം, ഈ ഒരു മനുഷ്യനിതാ ചുടല പിശാചിനെ പോലെ നമ്മളെ ചുട്ടുപൊള്ളിക്കുകയാണ്. അയാളുടെ ചെയ്തികൾ നമ്മുടെ ഓരോ രോമകൂപങ്ങളിലും തീ പോലെ കത്തുകയാണ്. കത്തുന്നൊരു ബാമ്പുരട്ടിയ ഫീലിങ്ങോടെ അല്ലാതെ ഒരാൾക്കും ഇറങ്ങിപ്പോരാനാകില്ല കളങ്കാവൽ എന്ന ഊരാക്കുടുക്കിൽ നിന്ന്. ചിലർ ആനന്ദം കണ്ടെത്തുന്ന വഴികൾ എന്നാണ് കളങ്കാവലിന്റെ തുടക്കത്തിൽ നമ്മളെ പൊള്ളിക്കുന്നൊരു വാചകം. സിനിമയിലേക്കുള്ള ഒരു കീവേഡാണിത്. ഒറ്റ നോട്ടത്തിൽ കളങ്കാവൽ ലക്ഷണമെത്തൊരു സൈക്കോപാത്തിന്റെ കഥയാണ്. മമ്മുക്ക അവതരിപ്പിച്ച സ്റ്റാൻലി ദാസിനെ പോലെ കൊലയാളിയായ ഒരു സൈക്കോപാത്തിനെ സംബന്ധിച്ചിടത്തോളം രതിസുഖം എന്നത് കൊല തന്നെയാണ്. അരും കൊല നൽകുന്ന ആനന്ദ മൂർച്ച. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു സൈക്കോപാത്തിന്റെ ആനന്ദാന്വേഷണ പരീക്ഷണങ്ങൾ തന്നെയാണ് ഈ സിനിമ. സൈക്കോപാത്ത് മാത്രമല്ല ഇതിൽ ആനന്ദം കണ്ടെത്തുന്നത്. എലിക്കെണിയുമായി അയാൾക്ക് പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന നത്തെന്ന പോലീസ് ഉദ്യോഗസ്ഥനും അതുതന്നെയാണ്. അയാളുടെയും ആനന്ദം ആ ഓട്ടമാണ്. മറ്റു കേസുകൾ മുന്നിൽ വരുമ്പോഴും അവയെയൊക്കെ വകഞ്ഞു മാറ്റി അയാൾ വേട്ടക്കാരനെ പോലെ ഒരൊറ്റ ക്രിമിനലിന്റെ പിന്നാലെ പായുന്ന അയാളുടെ ആനന്ദാന്വേഷണമാണ്. ഭാര്യയും പെൺമക്കളും ഡിപ്പാർട്ട്മെന്റിൽ ആവത് പണിയുമുള്ള ഒരാളായിട്ടും വിനായകൻ അവതരിപ്പിച്ച നത്ത് നെട്ടോട്ടമോടുന്നത് രതിസുഖം പോലെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന അന്വേഷണത്തിന്റെ വേട്ടയാടലിന്റെ ഒരു അനുഭൂതി കൂടിയാണ്. നമ്മൾ വിചാരിച്ചത്ര ബ്രില്യന്റ് അല്ലെന്നാണ് തോന്നുന്നത്. മറ്റൊരു തലത്തിൽ നമ്മൾ ആലോചിച്ചാലുണ്ടല്ലോ, ഈ സിനിമയിലെ പെണ്ണുങ്ങളും അന്വേഷിക്കുന്നത് ആ ആനന്ദാനുഭൂതികളൊക്കെ തന്നെയാണ്. വൈദവ്യം കൊണ്ട്, കെട്ടുപ്രായം എത്തിയിട്ട് പൂര നിറഞ്ഞു നിൽക്കുന്നു എന്ന സമൂഹത്തിന്റെ നിരന്തര പറച്ചിൽ കൊണ്ടൊക്കെ, സ്നേഹമില്ലായ്മ കൊണ്ടൊക്കെ അവരനുഭവിക്കുന്ന എല്ലാ മടുപ്പുകളെയും പ്രണയത്തിലേക്കും രതിയിലേക്കും വിവർത്തനം ചെയ്യാനുള്ള ഒരു അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. കത്തുന്നൊരു പുരുഷ സൗന്ദര്യത്തിലേക്ക് സംശയങ്ങളൊന്നുമില്ലാതെ കുട്ടികളുടെ നിഷ്കളങ്കതയോടെ ചെന്നു നിൽക്കാനും, കാത്തു നിൽക്കുന്ന മരണത്തെ കെട്ടിപ്പുണർന്ന് ഉമ്മ വയ്ക്കാനും അവർക്ക് മടിയൊട്ടുമില്ലാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ ആദ്യം പറഞ്ഞ ആനന്ദം കണ്ടെത്തുന്ന ആ വഴികൾ തിരഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെയാണ്. മടുപ്പോ മരണമോ ഭേദമെന്ന തോന്നലിൽ രണ്ടാമത്തെ ഓപ്ഷൻ സ്വീകരിക്കുകയാണ് അവരെന്നൊന്നും അല്ല പറഞ്ഞു വരുന്ന സാഹിത്യം കൊണ്ട്. തീയെയാണ് ചെന്ന് പിടിക്കുന്നതെന്ന് ഓർമ്മിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരന്തരായി പോകുന്നത് മനുഷ്യൻ എന്ന നിലയിൽ അവരനുഭവിക്കുന്ന ആനന്ദരാഹിത്യം കൊണ്ടുകൂടിയാണ് എന്നാണ് പറഞ്ഞത്. വെനം ബിനീത്ത് എന്നാണ് കളംകാവലിന്റെ ടാഗ് ലൈൻ. മമ്മൂക്ക അവതരിപ്പിക്കുന്ന സ്റ്റാൻലി പ്രസരിപ്പിക്കുന്ന ഒരു നിത്യഭാവം ഇത് തന്നെയാണ്. ഉള്ളിനുള്ളിൽ വിഷപ്പള്ളുകളാണ് അയാളെ വ്യത്യസ്തനാക്കുന്നത്. പുറമെ അയാൾ നല്ലൊരു ഭർത്താവാണ്, പ്രണയമുള്ള കാമുകനാണ്, കരുതലുള്ള പങ്കാളിയാണ്, മാന്യമായ പെരുമാറ്റമാണ്, സൗമ്യമായ സംസാരമാണ്. പക്ഷെ സ്ട്രേഞ്ചർ തിങ്സ് എന്ന നെറ്റ്ഫ്ലിക്സിലെ പോപ്പുലർ സീരീസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ അപ്സൈഡ് ഡൗൺ ആയൊരു ലോകം അയാൾ ഇങ്ങനെ ഉള്ളിൽ കൊണ്ടു നടക്കുകയാണ്. അവിടെ അയാൾ ദാരികനാണ്. രാക്ഷസനാവാൻ ഒരു കണ്ണിമ മാത്രം വേണ്ട ഒരുത്തൻ. വിഷപ്പല്ലുകൾ ഒതുക്കി വെച്ചാണ് അയാൾ സൗമ്യമായി നമ്മളോട് ചിരിക്കുന്നത്, കരുതലോടെ ആലിംഗനം ചെയ്യുന്നത്, സെക്സിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഇണയോട് കണ്ണിറുക്കി ചോദിക്കുന്നത്. ഉള്ളിൽ ഒളിപ്പിക്കുന്ന വിഷം മാത്രമല്ല, ഉള്ളിലേക്കുള്ള ഒരു നോട്ടം കൂടിയാണ് മമ്മൂക്കയുടെ കഥാപാത്രം നടത്തുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിലൊരു ചെകുത്താനും ഒരു ദൈവമുണ്ട്, അല്ലെങ്കിൽ ഒരു നന്മയും ഒരു തിന്മയും ഉണ്ട്. നമ്മുടെ ജീവിതം മര്യാദക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം തന്നെ നമ്മുടെ ഈ നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിൽ നന്മ ജയിക്കുന്നത് കൊണ്ടാണ് നമ്മൾ നല്ല മനുഷ്യരായിട്ട് പോകുന്നത്. ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. കൊല്ലുമ്പോൾ ഒരു സുഖം കിട്ടുമെന്നും റിസ്ക് ഉള്ള കൊലയാകുമ്പോൾ ആ സുഖം കൂടുമെന്നും അയാൾ തിരിച്ചറിയുന്നത്
ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് കൊണ്ട് കൂടിയാണ്. ആ നോട്ടത്തിലൂടെയാണ് മുറിയിലെ ചിത്രങ്ങളിലൂടെ ചോര മണക്കുന്നൊരു കുട്ടിക്കാലം നമ്മളും അയാളും കാണുന്നത്. വേട്ടയുടെ, കൊലയുടെ, വേദനിപ്പിക്കലിൻ്റെ, ഹിംസയുടെ ബാലപാഠങ്ങളാണ് നമ്മൾ ആ ഫോട്ടോകളിലൂടെ കാണുന്നത്. താൻ എങ്ങനെയായെന്ന് അയാളും തിരിച്ചറിയുന്നത് സമാനമായ സാഹചര്യത്തിലാകണം. വിനായകൻ അവതരിപ്പിക്കുന്ന ജയകൃഷ്ണൻ പോലീസുകാരൻ പറയുന്ന എലിയുടെ കഥയും ഉള്ളിലേക്കുള്ളൊരു നോട്ടം തന്നെയാണ്. ഒരു ഭയവുമില്ലാത്ത ഒരു പോലീസുകാരനാണ് അയാൾ. കത്തിമുന പോലെ മൂർച്ചയുള്ള ഒരു പോലീസുകാരൻ, രാഗി മിനുക്കിയ ബുദ്ധിയുള്ള ഒരാൾ. എലിയെ കൊന്നു ഹരം പിടിച്ചു പോകുമ്പോൾ സംഭവിക്കുന്ന ഹിംസയുടെ നോർമൽസിയെ കുറിച്ചാണ് അയാൾ പറയുന്നത്. അത് നമ്മുടെ കാലത്തിൻ്റെ ആത്മകഥ തന്നെയാണ്. കണ്ടും കേട്ടും കൊണ്ടുമൊക്കെയാണ് ഹിംസ നമ്മളെ ഇപ്പോൾ ഞെട്ടിക്കാത്തത്. ബീഫിൻ്റെ പേരിൽ തച്ചു കൊല്ലപ്പെട്ട അഖ്ലാഖ് നമ്മളെ ഞെട്ടിപ്പിക്കുകയും വർഷങ്ങൾക്ക് ശേഷവും അയാൾക്ക് നീതി കിട്ടാത്ത വാർത്ത നമ്മളെ ഞെട്ടിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് അതിപ്പോൾ നോർമലായതുകൊണ്ടാണ്. വലിയ ഹിംസകൾ മാത്രം കണ്ണിൽ പിടിക്കുന്ന ഒരു കാലത്ത് കളങ്കാവൽ നമ്മളെ ഞെട്ടിപ്പിക്കുമെങ്കിലും ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, അല്ലെങ്കിൽ ഈ പടം വീണ്ടും കണ്ട അയ്യേ ഇത്ര കുറച്ച് കൊലകളെ ഇതിലുള്ളൂ, ഇത്രയും ക്രൂരതയുള്ളൂ എന്നായിരിക്കും നമ്മൾ അതിശയിക്കുക എന്നാണ് തോന്നുന്നത്. സ്പോയിലർ അലേർട്ട് എന്ന ബേജാറ് കൊണ്ടല്ലാതെ ഒരു സിനിമ റിവ്യൂവും ചെയ്യാനാവാത്ത കാലമാണ്. അതുകൊണ്ടാണ് മിക്കവാറും സിനിമ റിവ്യൂ ചെയ്യാത്തത്. സിനിമ എന്നാൽ കഥയാണെന്നും കഥ നിന്നു പറഞ്ഞ് അഭിനയിക്കുന്നതാണ് എന്നുമുള്ള തോന്നലാകും ആ സ്പോയിലർ അലേർട്ട് എന്ന പേടി വരുന്നതെന്നാണ് തോന്നുന്നത്. സിനിമ വിഷ്വൽ മീഡിയം ആണെന്നും വാക്കല്ല ദൃശ്യമാണ് അവിടെ കഥ പറയേണ്ടതെന്നുമുള്ള ഒരു തിരിച്ചറിവിന്റെ പ്രശ്നവുമായിരിക്കാം ഒരുപക്ഷെ അത്. എന്തായാലും കളങ്കാവൽ ഈ സ്പോയിലർ അലർട്ടിനെ കുറിച്ച് മറ്റൊരു ആലോചനയാണ് ഈ സിനിമ കാണുന്ന എൻ്റെ മനസ്സിലുണ്ടാക്കിയത്. സൈനേഡ് മോഹന്റെ കഥയാണിതെന്ന് നേരത്തെ മുതൽ ആളുകൾ അടക്കം തുറന്നു പറഞ്ഞ മമ്മൂക്കയോട് നേരിട്ട് ചോദിച്ച സിനിമയാണിത്. ഈ സിനിമയുടെ ട്രെയിലർ അവതരിപ്പിച്ച വല്ലാത്ത കഥയുടെ ബാബു രാമചന്ദ്രൻ തന്നെ സൈനേഡ് മോഹന്റെ കഥ അത്രയ്ക്ക് വിശദമായി 2 വട്ടം അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും അത് കണ്ടിട്ടുണ്ട്. സ്പോയിലർ അലേർട്ട് നടത്തുന്നയാളെ ട്രെയിലർ ഉണ്ടാക്കാൻ ഏൽപ്പിച്ച അതേ അവസ്ഥ എന്ന് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു വിധത്തിൽ ഇതിനെക്കുറിച്ച് പറയാം. തിരുവനന്തപുരം ജില്ലയുടെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കോട്ടായിക്കോണം എന്ന ഗ്രാമം. അയാൾ മാത്രമല്ല, മലയാളത്തിലെ ഒട്ടുമിക്ക ഓൺലൈൻ മീഡിയകളും ഈ സീരിയൽ കൊലയാളിയുടെ വിശദമായ കഥ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. നിരവധി യൂട്യൂബർമാർ ഈ കഥ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ അംശവും നമുക്ക് കാണാപ്പാടമായ ആ റിയൽ സംഭവമാണ് ജിതിനും മമ്മൂട്ടി കമ്പനിയും കൂടി സിനിമയാക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥ സിനിമയാക്കുമ്പോൾ അതിലുള്ള റിസ്ക് വളരെ കൂടുതലാണ് ശരിക്കും. ഇനി എന്തിനാണ് ഇത് സ്ക്രീനിൽ പോയി കാണേണ്ടത് എന്ന് ആരും കരുതിപ്പോവും. എല്ലാവർക്കും അറിയുന്ന കഥയല്ലേ. എന്നാൽ സുഹൃത്തുക്കളെ, അവിടെയാണ് അയ്യോ ഒടിവായോ സ്പോയിലർ എന്നൊക്കെയുള്ള പതിവ് നിലവിളികളെ കളങ്കാവൽ അടിച്ചു തകർക്കുന്നത്. സൈനേഡ് മോഹന്റെ കഥയിൽ നിന്നും 4-5 വമ്പൻ വ്യത്യാസങ്ങൾ വരുത്തുകയും കഥാപാത്രങ്ങൾക്ക് മറ്റൊരു അധിക മാനം നൽകുകയും ചെയ്തതോടെ സിനിമ വേറെ ലെവലായി. ഇനി ഞാൻ പറഞ്ഞ സ്പോയിലർ അലേർട്ട് ആവും, അതുകൊണ്ട് പറയില്ല. ദൃശ്യവും ശബ്ദവും എഡിറ്റിലെ കട്ടപ്പണികളും സ്ക്രിപ്റ്റിന്റെ കടാരമുനയും അസാധ്യ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം ചേർന്ന് വന്നപ്പോൾ കർണാടകത്തിലെ ജയിലിൽ ജീവപര്യന്തം കിടക്കുന്ന സൈനേഡ് മോഹൻ പോലും ഞെട്ടിപ്പോകുന്ന ഒറിജിനൽ വർക്കായി കളങ്കാവൽ മാറിയെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതിനൊരു അവസാനമല്ലല്ലോ സാറേ. നമ്മളായിട്ട് തന്നെ പൊക്കിയാൽ ഇത് അവസാനിക്കാനത്. സെക്കൻഡ് ഹാഫ് വേറെ ഒരു അനുഭവം തന്നെയായിരുന്നു തന്നത്. ആദ്യ പകുതിയിലെ പേസ് അല്ല അതിനെന്നതാണ് ശരിക്കും സത്യം. പക്ഷെ പോലീസ് മനുഷ്യർ സാധാരണ ചെന്ന് ചാടുന്ന അന്വേഷണങ്ങളുടെ ചട്ടപ്പടി നൂലാമാലകളും കോടതികൾ കാതോർത്ത് നിൽക്കുന്ന കുറ്റമറ്റ തെളിവുകൾക്കായുള്ള നെട്ടോട്ടങ്ങളുടെ 2ാം പകുതിയോടെ അമ്പരപ്പിക്കുന്ന ഒരു ഹൈ ജമ്പ് നടത്തുകയാണ്. മമ്മൂക്കയുടെ കഥാപാത്രവും എല്ലാം കൂടി ചേർന്ന് സൃഷ്ടിച്ച ഒരു വല്ലാത്ത മറ്റൊരു തലത്തിലുള്ള കളി തന്നെയായിരുന്നു അത്. ആദ്യ പകുതിയുടെ മട്ടും ഭാവവും അല്ല അതിന്. ആ സിനിമ ആവശ്യപ്പെടുന്നത് മറ്റൊരു താളമാണ് സത്യത്തിൽ. അങ്ങനെയാണ് സത്യത്തിൽ ആ സിനിമ. സ്വിച്ച് ഇട്ടതുപോലെയുള്ള ഒരു പാച്ചില് തുടങ്ങിയിട്ട് ഓട്ടം അവസാനിപ്പിക്കുന്ന ഒരു 100 മീറ്റർ ഓട്ടം ഒന്നും അല്ലാതെ മറ്റൊരു ലോകം സൃഷ്ടിച്ച് നമ്മളെ അതിൽ തടവിലിടാനുള്ള കുൽസിത ബുദ്ധിയുള്ള ഒരു സിനിമയത്. സിനിമ തീരുമ്പോൾ നമ്മൾ കൈയടിക്കേണ്ടത് ആർക്കാണെന്ന് അന്തിച്ചു പോകുന്നത് 2ാം പകുതി സൃഷ്ടിച്ച ഈ താളമാറ്റം കൊണ്ട് കൂടിയാണ് എന്നാണ് തോന്നുന്നത്. ഇൻസ്റ്റന്റ് നൂഡിൽസ് അല്ലാതാകുമ്പോൾ സിനിമ നമ്മുടെ ജീവിതങ്ങളിൽ വേതാളത്തെ പോലെ കയറി നമ്മുടെ കൂടെ വീട്ടിലേക്ക് പോരും. ലാഗാണ് മറ്റൊരു ത്രാസ്. ലാഗുണ്ടോ എന്ന് സ്റ്റെതസ്കോപ്പ് വെച്ച് മാത്രം നോക്കി ലാഗുണ്ട് എന്ന റിസൾട്ട് നൽകി നമ്മളിൽ പലരും
മുട്ടയിൽ കൊന്നുകളഞ്ഞ എത്രയോ സിനിമകളാണെന്ന് ഓർത്താൽ ഇതിന്റെ ഗൗരവം നമുക്ക് ബോധ്യമാവും. ലാഗ് കൊണ്ട് മാത്രം നമ്മൾ കാണാത്ത കുറെ സിനിമയുണ്ട് അല്ലേ. ഓരോ സിനിമയ്ക്കും ഓരോ താളമാണെന്ന് ഓർത്താൽ ഇക്കാര്യം മനസ്സിലാകും. രണ്ടാം പകുതിയിൽ ലാഗ് എന്ന് കരുതാവുന്ന ഇടങ്ങളിൽ വെച്ചാണ് സിനിമ സയനൈഡ് മോഹന്റെ കഥയിൽ നിന്ന് കുതറി മറ്റൊരു താളം പിടിക്കുന്നത് അവിടെ നിന്നാണ്. നമുക്കറിയാത്തൊരു സിനിമ തുടങ്ങുന്നത് ഈ താളമാറ്റത്തിൽ നിന്നാണ്. ഏതുറക്കത്തിലും വിളിച്ചു പറയും വിധം നമ്മൾ കാണാപ്പാടമാക്കിയ സയനൈഡ് മോഹന്റെ ഏറ്റവും പ്രഡിക്റ്റബിൾ ആയ കഥയിൽ നിന്നും ഓരോ നിമിഷത്തിലും പ്രവചനാതീതമായി നിൽക്കുന്ന കളങ്കാവൽ എന്ന സിനിമയായി ഈ സിനിമ മാറുന്നതും വ്യത്യസ്തമാവുന്നതും അങ്ങനെയാണ്. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ ജയകൃഷ്ണൻ. സർവഗുണസമ്പന്നനായ നായകൻ തിന്മയുടെ മൂർത്തിയായ വില്ലനെ തച്ച് പരിപ്പെടുക്കുന്ന അതിപുരാതനമായ കഥയുടെ എണ്ണിച്ചുട്ട അപ്പം മാത്രമാണ് സത്യത്തിൽ നമ്മുടെ സിനിമകളിൽ ഏറെയും എന്ന് പറയാം. കളങ്കാവൽ എന്ന പേര് വന്നതായി കരുതുന്ന തെക്കൻ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രത്തിലെ കാളി ദാരികൻ കഥയും ഇതുതന്നെയാണ്. തിന്മയ്ക്ക് മേൽ നന്മയുടെ വിജയമാണ് എപ്പോഴും അല്ലെ. ദാരികനെ ഇടിച്ച് ചമ്മന്തിയാക്കുന്ന ദേവിയുടെ ഇതിഹാസ കഥകൾ. ഇവിടെ തിന്മ മമ്മൂക്കിയുടെ വില്ലൻ രൂപത്തിലാണ്, നന്മ വിനായകന്റെ നായക രൂപത്തിലാണ്. ഒടുവിൽ മകനെ വരൂ ഗോതമ്പുണ്ട തിന്നാം എന്ന് പറഞ്ഞ് വില്ലനെ കൈവിലങ്ങിട്ട് കോടതിയിലേക്കോ സെൻട്രൽ ജയിലിലേക്കോ ഒക്കെ കൊണ്ടുപോകുന്ന ഒരു കലാപരിപാടിയിൽ നിന്നും ഈ സിനിമ മാറി നിൽക്കുന്നത് ഈ ദുഷ്ട നിഗ്രഹ ഭാവം കൊണ്ടാകണം. നമുക്കൊരിക്കലും താങ്ങാനാവാത്തൊരു വിധിയിലേക്ക് മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ വലിച്ചെറിയാൻ ദുഷ്ടൻ സംവിധായകൻ കണ്ടെത്തിയ ആ മാർഗം പക്ഷേ കളങ്കാവലിനെ വേറെ 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 ലെവലിൽ എത്തിച്ചു എന്ന് പറയേണ്ടി വരും. ചിരിക്കാത്ത രണ്ട് മനുഷ്യരുടെ മുടിഞ്ഞ കാളപ്പോരാണ് സത്യത്തിൽ കളങ്കാവൽ. നായകനായാലും വില്ലനായാലും ചിരി അലർജിയാണ്, എന്നെ പോലെയല്ല. മമ്മൂക്കയുടെ നോക്കിലും വാക്കിലും ഉണ്ട് ദുഷ്ടത്തരം. പ്രണയലോലുപനാകുമ്പോഴും കൊഞ്ചി കുഴയുമ്പോൾ പോലും ആ വില്ലത്തരം ഇങ്ങനെ തല നീട്ടി വരും. ചിരികൾ മുഖത്തണിയുമ്പോഴും അതൊരിറ്റ് സന്തോഷം പ്രകടിപ്പിക്കാത്ത ഒരു വല്ലാത്ത ചിരിയാണ്. മമ്മൂക്ക എന്ന നടന്റെ മാരകമായൊരു പകർനാട്ടമാണത്. അടിമുടി മാറിയ താരശരീരം സിനിമയുടേത് മാത്രമല്ല, മലയാള സിനിമാ വ്യവസായത്തിന്റെ ഫ്രെയിമുകളെ കൂടിയാണ് കഴുത്തു ഞെരിച്ച് സൈഡിൽ ഇട്ട് കൊടുക്കുന്നത്. മമ്മൂക്കയുടെ ശരീരഭാഷയിലും നോട്ടത്തിലുമെല്ലാം മഞ്ഞുപോലെ ഉറച്ചുപോയ ആ ഹിംസാത്മക ഭാവം നമുക്ക് അനുഭവിക്കാനാകുന്നു എന്നതാണ് ഈ സിനിമയുടെ ഒരു വിജയം. ഇപ്പുറത്ത് വിനായകന്റെ നായകനും അതേ വഴിക്കാണ്. ചിരിയല്ല അയാളുടെയും നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. ഒരു വേട്ടക്കാരന്റെ സൂക്ഷ്മമായ പദചലനങ്ങളാണ് അയാളുടേത്. ഇരയെ മാത്രമേ അയാൾ കാണുന്നുള്ളൂ. കൊല്ലപ്പെടാനുള്ള യോഗം ഒത്തുവരുന്നതിനിടെ അയാൾ വില്ലന്റെ പദ്ധതികളെ പൊളിച്ചെടുക്കുന്നത് കടും വെട്ട് ഗൗരവത്തോടെ തന്നെയാണ്. അയാളിലെ നടപ്പ് എടുപ്പ് ആ കഥാപാത്രം ആവശ്യപ്പെടുന്നത് തന്നെയാണ്. ഒരു ഇഞ്ച് കൂടിയില്ല, ഒട്ടും കുറഞ്ഞുമില്ല. നമുക്ക് കണ്ടുപരിചയമുള്ള പോലീസ് കഥാപാത്രങ്ങളുടേത് പോലുള്ള ഡയലോഗ് അവതരണമൊന്നും അല്ല അയാളുടേത്. അതിന് കാരണം നത്ത് സാധാരണ പോലീസ് ഉദ്യോഗസ്ഥൻ അല്ല എന്നതുകൊണ്ട് തന്നെയാണ്. ക്ലൈമാക്സിൽ വില്ലനുമേൽ വിജയക്കൊടി നാട്ടാൻ അയാൾക്ക് കരുത്ത് നൽകുന്നത് ചിരിക്കാൻ പോലും നേരം കൊടുക്കാതെ അയാൾ കൊണ്ടുപോകുന്ന ഒരു ടെമ്പോ ഈ ഒരു രീതി കാരണം കൊണ്ടുകൂടിയാണ്. കടും വെട്ട് ശരീരഭാഷ കൊണ്ട് അംഗം വെട്ടുന്ന ഈ രണ്ട് പോരുകോഴികളാണ് കളങ്കാവലിൻ്റെ ഊടും പാവുമാവുന്നത്. മമ്മൂട്ടി എന്ന താരത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കാലം കൊണ്ടുണ്ടാക്കിയ ഇമേജിൻ്റെ തിരിച്ചിടൽ കൂടിയാണിത്. ഫാൻസും ഇൻഡസ്ട്രിയും എല്ലാം ചേർന്ന് പണിത താരവ്യവസ്ഥയെ കൂളായി തട്ടി താഴെയിട്ട് പുതിയ ഒന്നും ഉണ്ടാക്കുന്ന മാരകമായ പണിയാണിത്. ഈ സിനിമയെ സംബന്ധിച്ച് അത് മമ്മൂട്ടി എന്ന നടൻ എടുത്ത ഒരു നിർണായകമായ തീരുമാനമാണ്. മമ്മൂട്ടി കമ്പനി എടുത്ത സിനിമയുടെ നായകൻ താൻ ആകുന്നില്ല എന്നുള്ള ഒരു വലിയൊരു തീരുമാനമുണ്ടല്ലോ, അത് വല്ലാത്തൊരു തീരുമാനമായിരുന്നു. കാലാകാലങ്ങളായി നായകനായി നടിച്ച താൻ വില്ലനാവുകയും തുടക്കകാലം മുതൽ വില്ലനോ കോമാളിയോ ക്യാരക്ടർ റോളോ സൈഡ് റോളോ ചെയ്തിരുന്ന വിനായകൻ നായകനാവുകയും ചെയ്യുമെന്ന് തീരുമാനിക്കുന്നത് മമ്മൂക്കയാണ്, മറ്റാരുമല്ല. അതാണ് ഈ സിനിമയുടെ നട്ടൽ എന്ന് പറയാവുന്നത്. അതാണ് കാഴ്ചാനുഭവം എന്ന നിലയിൽ കളങ്കാവലിനെ തികച്ചും പുതിയ ഒന്നാക്കി മാറ്റുന്നത്. സെക്സും വയലൻസും എല്ലാം ചേർന്ന ഒരു തട്ടുപൊളിപ്പൻ രാഷ്ട്രീയ സിനിമ വാർത്താ ചാനലുകളിൽ ലൈവായി റിയലായി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കളങ്കാവൽ തിയേറ്ററിലെത്തുന്നത്. നമുക്ക് പലതും ഓർമ്മ വരും. പെണ്ണുടലുകളുടെ ഇൻബോക്സുകളിൽ ചെന്ന് വല നെയ്യുകയും അതിൽ കുടുങ്ങുന്നവരെ ഗർഭിണികളാക്കാൻ ആറ്റുനോറ്റിരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ കുമാരന്റെ വാർത്തകൾ വായിച്ചുകൊണ്ടാണ് നമ്മൾ ഈ തിയേറ്ററിലേക്ക് ഈ സിനിമ കാണാൻ കയറുന്നത്. ബലാത്സംഗ കേസുകളിൽ കോടതി വിധി പറയുന്ന നേരം അവള് കിടന്നു കൊടുത്തിട്ടല്ലേ, അവൾക്ക് കെട്ടിയോനുണ്ടായിരുന്നില്ലേ, അവൾക്ക് സ്വന്തം മാനം നോക്കിക്കൂടെ എന്നൊക്കെ ഒരു മയവുമില്ലാതെ ഗാലറിയിൽ ഇരുന്ന് പറയുന്നവരുടെ ഇടയിലിരുന്നാണ് കളങ്കാവലിലെ ഊരും പേരും അപ്രസക്തമായ കണ്ടമാനം പെണ്ണുങ്ങളെ നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു നല്ലൊരു പ്ലോട്ട് ട്വിസ്റ്റ് ഉണ്ട്. അതായത് കഥാപാത്രം റിവീൽ ചെയ്യുന്ന സംഭവമാണ്. മമ്മൂക്കയുടെ പ്രെഡേറ്ററാണ്, ഗർഭം കലക്കും, സൈക്കോപാത്താണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ കേരള രാഷ്ട്രീയത്തിൽ വേറെ ആൾ ഓർമ്മ വരുന്നുണ്ടാവും.
പക്ഷേ ഇത് അതല്ല, ഇത് വേറെ പരിപാടിയാണ്. ഏറ്റവും വൾണറബിൾ ആയ പെണ്ണുങ്ങളാണവർ. വിധവകൾ, വിവാഹം നടക്കാത്തവർ, കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, കഠിന ജോലികൾക്കിടയിൽ വൈകാരികമായ ഒരു ഇലത്തണ്ണൽ പോലും ഇല്ലാത്തവർ, സ്നേഹത്തിനും പരിഗണനയ്ക്കും കൊതിക്കുന്നവർ. അവരുടെ ഉടലുകൾക്ക് മീതെയാണ് സ്റ്റാൻലി ദാസ് എന്ന സൈക്കോപാത്തായ കൊലയാളി മരണത്തിന്റെ സാമ്രാജ്യം കെട്ടിയുണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത് ആണുങ്ങളാണെന്നും ആണുങ്ങൾക്ക് നീതി കിട്ടാനായി ഗാന്ധി മാർഗത്തിൽ പോരാടുമെന്നൊക്കെ യഥാർത്ഥ ലോകത്ത് റിയൽ ആയിരുന്ന് ആളുകൾ പറയുന്ന കാലത്താണ് തിരശീലയിൽ ആണഹന്തയും ആണത്വ ഉന്മാദവും പെർവേർഷനും മനോവൈകല്യവും എല്ലാം ചേർന്ന സീരിയൽ കില്ലർമാർ പകർന്നാടുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ കളങ്കാവൽ സംസാരിക്കുന്നത് നമ്മൾ ശ്വസിക്കുന്ന ഈ കാലത്തോട് തന്നെയാണ്. ഒരു ആനുകാലിക കാലത്തെ ഒരു സിനിമ.